ടീം ഇന്ത്യയെ സംബന്ധിച്ചും ഫുൾ പോസിറ്റീവാണ് കാര്യങ്ങൾ. 4 സെഞ്ചുറികളാണ് ഇതുവരെ IPL പിറന്നത്. അതിൽ 3 ഇന്ത്യയുടെ ബാറ്റർമാരാണ് കൊണ്ടുവന്നത്. സഞ്ജു സാംസൺ ഈ സീസണിൽ തുടക്കമിട്ടു. പിന്നെ ഡി കോക്ക് 3ാം സെഞ്ചുറി തിലക് വർമ്മയടിച്ചു. ഇപ്പോഴിതാ അഭിഷേക് ശർമ്മയും. ഇഷാൻ കിഷൻ കൂടി ഈ ലിസ്റ്റിൽ വരാനുണ്ട്. ടോപ്പ് ഓർഡറിലെ ആശങ്കകളെല്ലാം ടീം ഇന്ത്യക്ക് മറക്കാം. വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും പ്രഭ് സിമ്രാനും അടക്കമുള്ള യുവതാരങ്ങൾ കാത്തിരിപ്പുണ്ട്. അഭിഷേകിൻ്റെയും ക്ലാസിൻ്റെയും എല്ലാം വെടിക്കെട്ടിനൊപ്പം തന്നെ ഡൽഹി ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എടുത്ത ചില തീരുമാനങ്ങളും ക്യാപിറ്റൽസിൻ്റെ തോൽവിഭാരം കൂട്ടിയെന്ന് പറയേണ്ടി വരും. അതിൽ തന്നെ പാർട്ട് ടൈം സ്പിന്നറായ നിതീഷ് റാണയ്ക്ക് 4 ഓവർ നൽകിയതാണ്. ലെഫ്റ്റീസിനെ വീഴ്ത്താൻ ഓഫ് സ്പിന്നറെ ഇറക്കുന്ന ഔട്ട്ഡേറ്റഡായ തന്ത്രത്തിൻ്റെ ഭാഗമായി 2ാം ഓവറിൽ തന്നെ നിതീഷ് റാണയെ അക്സർ പരീക്ഷിച്ചു. ആ ഓവറിൽ 6 റൺസ് മാത്രമാണ് റാണ വിട്ടുകൊടുക്കുന്നത്. എന്നാൽ വീണ്ടും റാണയെ ഇറക്കിയ അക്സറിന് പാളി. 3 സിക്സർ അടക്കം 20 റൺസ് ആ ഓവറിൽ പിറന്നു. ട്രാവിഷേറ്റ് ട്രാക്കിലായി എന്ന് കണ്ടിട്ടും വീണ്ടും ഓവർ നൽകി. അവിടെ 6 റൺസ് മാത്രമേ പിറന്നുള്ളൂ. എന്നാൽ വീണ്ടും ഒരു ചൂതാട്ടത്തിനിറങ്ങിയ അക്സറിൻ്റെ തന്ത്രങ്ങളെല്ലാം അഭിഷേക് അടിച്ചു തകർത്തു. റാണയുടെ 4ാം ഓവറിൽ 3 സിക്സറും 1 ബൗണ്ടറിയും ഉൾപ്പെടെ 23 റൺസാണ് SRH അടിച്ചെടുത്തത്. അങ്ങനെ ആകെ നിതീഷ് റാണ 4 ഓവറിൽ 13.80 ഇക്കോണമി റേറ്റിൽ വഴങ്ങിയത് 55 റൺസ്. ഒരു വിക്കറ്റ് പോലും നേടാൻ കഴിഞ്ഞതുമില്ല. സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ കുൽദീപ് യാദവും ക്യാപ്റ്റൻ കൂടിയായ അക്സർ പട്ടേലും 2 ഓവർ മാത്രമാണ് എറിഞ്ഞത്. 2 ഓവറിൽ 23 റൺസിന് 1 വിക്കറ്റ് എടുത്തിട്ടും അക്സർ പിന്നീട് ബൗൾ ചെയ്തില്ല. കുൽദീപ് ആവട്ടെ 2 ഓവറിൽ വിക്കറ്റില്ലാതെ 30 റൺസാണ് നൽകിയത്. 8ാം ഓവറിലാണ് കുൽദീപ് ആദ്യമായി പന്തെറിയാനെത്തിയതും. അക്സറിൻ്റെ ഫീൽഡിംഗ് പ്ലേസ്മെൻറ്റിലും വലിയ വിമർശനം നേരിടുന്നുണ്ട്. ബാക്ക്വേർഡ് പോയിന്റ് അഭിഷേകിൻ്റെ ഒരു സ്ട്രോങ് സോണാണ്. ഈ മത്സരത്തിൽ മാത്രം 30-നടുത്ത് റൺസ് അഭിഷേക് ബാക്ക്വേർഡ് പോയിന്റ് ഏരിയയിലൂടെ അടിച്ചെടുത്തിട്ടുമുണ്ട്. എന്നിട്ടും ഈ ഏരിയയിൽ ഒരു ഫീൽഡറെ നിർത്താനോ റണ്ണൊഴുക്ക് തടയാനോ ഉള്ള ഒരു ശ്രമവും അക്സറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അതേസമയം അഭിഷേകിൻ്റെ സെഞ്ചുറിയേക്കാൾ സൺറൈസേഴ്സ് ക്യാപ്റ്റൻ ഇഷാൻ കിഷനെ ഏറെ സന്തോഷിപ്പിക്കുന്നത് തൻ്റെ ബൗളിംഗ് യൂണിറ്റിൻ്റെ വിജയമായിരിക്കും. ക്യാപ്റ്റൻ കൂടിയായ പാറ്റ് കമ്മിൻസ് തുടക്കത്തിലില്ലാത്തതും ആ വിമർശനത്തിന് മൂർച്ച കൂട്ടി. എന്നാൽ ഓരോ മത്സരം കഴിയുന്തോറും ഇഷാൻ്റെ ടീമിൽ ഓരോ മാച്ച് വിന്നർ ബൗളർമാരായി. ജസ്പ്രീത് ബുംറയും ഹേസൽവുഡും ആയുധം വെച്ച് കീഴടങ്ങിയ വൈഭവിൻ്റെ രാജസ്ഥാനെതിരെ ഇഷാൻ്റെ ആയുധം അരങ്ങേറ്റക്കാരായ പ്രഫുൽ ഹിൻഗയും സാക്കിബ് ഹുസൈനുമായിരുന്നു. ചെന്നൈക്കും ഡൽഹിക്കുമെതിരെ ഇഷാൻ മലിംഗയും. 2 മത്സരത്തിൽ നിന്നായി പിഴുതത് 7 വിക്കറ്റ്. എക്സ് ഫാക്ടറായി ഹർഷ് ദുബെ. ഇനി കമ്മിൻസ് കൂടിയെത്തിയാൽ ഓറഞ്ച് ആർമി ഡബിൾ ഓക്കെ.